നിയമം സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിടുന്ന കെ ശബരിനാഥൻ യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിയമത്ത് ആര് ജയിക്കുമെന്നുള്ളത് കേരളമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഉറ്റുനോക്കുന്നൊരു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിയമമണ്ഡലത്തിലൂടെ കഴിഞ്ഞിട്ട് മിനിറ്റുകൾ മാത്രമേ ആവുന്നുള്ളൂ. അല്പം മുൻപാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേമത്ത് എത്തി ഇവിടെ കരമന ഈ മണ്ഡലത്തിൽ പെടുന്ന ഭാഗത്തു കൂടിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടന്നത്. അങ്ങനെയുള്ള നേമത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. നിയമം ഓൺ സ്ക്രീൻ. ഇനി നമുക്ക് ആകാംക്ഷ പിടിച്ചു വെക്കാൻ കഴിയില്ല. ബലാബലം ആരൊക്കെ തമ്മിൽ? രാജീവ് ചന്ദ്രശേഖറും വി ശിവൻകുട്ടിയും തമ്മിൽ ബലാബലമാണ്. ആര് ജയിക്കും എന്ന് പ്രൊജക്ട് ചെയ്യുന്നില്ല. വി ശിവൻകുട്ടി നേരിയ ഒരു വ്യത്യാസത്തിൽ മുന്നിലാണെന്ന് തോന്നുന്നു. ആണോ? അതെ, അവിടെ വളരെ കടുത്ത മത്സരമാണ് ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ നടക്കുന്നത്. വളരെ ടൈറ്റ് ഫൈറ്റ്. നമുക്ക് ഒരു രീതിയിലും ആർക്കാണ് മുൻതൂക്കമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ 5 വർഷക്കാലം MLA മന്ത്രിയായിരുന്നതിൻ്റെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ കാലാകാലങ്ങളായി BJP ജയിക്കുമെന്ന് കരുതുമ്പോഴുള്ള ന്യൂനപക്ഷ ഏകീകരണം, നമ്മൾ ആ ന്യൂനപക്ഷ സാമ്പിൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ ആ മുസ്ലിം സാമ്പിളുകൾ കൂടുതലായും ശിവൻകുട്ടിക്ക് അനുകൂലമായി വരുന്നു. ഇതിന് ഒരു കൗണ്ടർ കൺസോൾട്ടേഷൻ അപ്പുറത്ത് സംഭവിക്കുമെന്നുള്ള നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ കോർ നിയമത്ത് ആര് ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നിടം വരെ പ്രവചിക്കാൻ തയ്യാറല്ല. രണ്ടുപേർക്കും തുല്യ സാധ്യതകളാണ്. എങ്കിൽ അത് BJPക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറയാൻ കഴിയില്ല, LDFന് ഒരു മുൻതൂക്കമുണ്ടെന്ന് പറയാൻ കഴിയും. കോൺഗ്രസിലെ ശബരിനാഥന്റെ അവസ്ഥ എന്താണ്? ഒരുപാട് പുറകിൽ പോയോ? അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളാണ് ഇവരിൽ ആർക്കാണ് വിജയ സാധ്യത എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായി. പ്രൊജക്ട് ചെയ്യുന്ന സ്കോർ അഖിൽ 24.07 അതായത് കഴിഞ്ഞ തവണ കെ മുരളീധരൻ പിടിച്ച അത്രയും വോട്ടുകൾ ശബരിനാഥൻ പിടിക്കും. ഉറപ്പായിട്ടും ആ വോട്ടുകൾ പിടിക്കും എന്നുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ കഴിഞ്ഞ തവണ മുരളീധരൻ പിടിച്ച വോട്ടുകളാണ് BJPയുടെ പരാജയമോട് ഉറപ്പാക്കിയത്. ആ സാധ്യത തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ചെറിയൊരു ലീഡ് ശിവൻകുട്ടിക്ക് കാണുന്നതും. ശബരിനാഥ് അവിടെ വളരെ ശക്തമായ രംഗത്തുണ്ട്. അത് മുൻകാലങ്ങളിൽ ചാരുപാറ രവിയോ അല്ലെങ്കിൽ വി സുരേന്ദ്രൻ പിള്ളയെ പോലൊരു 3ാം സ്ഥാനാർത്ഥി എന്ന രീതിയിലല്ല, വളരെ ശക്തമായ രീതിയിൽ പ്രചരണ രംഗത്തും മറ്റു കാര്യങ്ങളും ശബരിനാഥ് ഉണ്ട്. അത് ഒരുപക്ഷെ ഗുണം ചെയ്യുക കുറെ കൂടി ശിവൻകുട്ടിക്കായിരിക്കാം. അതിന്റെ ഒരു എഡ്ജാണ് ശിവൻകുട്ടിക്ക്. ഈ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കും ശിവൻകുട്ടിക്ക് അനുകൂലമായി കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അഖിൽ പറഞ്ഞത്. അതെ, പക്ഷേ ഈ SDP-യുടെ വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ശരിക്കും ഹിന്ദു വോട്ടുകൾ തിരിച്ച്, അതായത് ശിവൻകുട്ടിക്ക് കിട്ടാനുള്ള വോട്ടുകളിൽ തന്നെ ഒരു സംശയമൊക്കെ ഉണ്ടാക്കില്ല. നമ്മുടെ സർവേയുടെ അവസാന ഘട്ടമാണ് ഈ വിവാദം വരുന്നത്. എനിക്കത് ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് വിവാദങ്ങൾ വരുന്നത്. സർവേ അപ്പോഴത്തേക്ക് പൂർത്തീകരിച്ചിരുന്നു. SDP വോട്ടുകൾ സ്വീകരിക്കുകയോ മറ്റ് കാര്യങ്ങളിലേക്കാകുമ്പോൾ നമ്മുടെ സർവേ കഴിഞ്ഞിരുന്നു ഏകദേശം. പക്ഷേ അവിടെ കാണുന്നത് മുസ്ലിം വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നമ്മൾ അറിയുന്നതനുസരിച്ച് ഓഫീസുകൾ വരെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയുന്നു. പ്രധാനമന്ത്രി അവിടേക്ക് കൊണ്ടുവരുന്നു. വിജയപ്രതീക്ഷയിലാണ്. അല്ല, ഉറപ്പായും കോർ ഒരിക്കലും അവിടെ BJPക്ക് സാധ്യതയില്ല എന്ന് പറയുന്നില്ല. BJPക്ക് സാധ്യതയുണ്ട്. തുല്യ സാധ്യതയാണ് രണ്ടുപേർക്കും ഉള്ളത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അഖിലിന്റെ പ്രൊജക്ഷനിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് 24% വോട്ട് ശബരി പിടിക്കുന്നുള്ളതാണ്. രാജഗോപാൽ അവിടെ ജയിച്ചപ്പോൾ UDFന്റെ വോട്ട് ഷെയർ 10-ൽ താഴെ പോയി. 9% വോട്ടേ അന്ന് സുരേന്ദ്രൻ പിള്ളയ്ക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ചാരുപാറ രവിക്ക് 2011-ൽ 17% വോട്ടേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. 24% വോട്ട് എന്ന് പറയുന്നത് കെ മുരളീധരൻ പിടിച്ചതിന് ഏതാണ്ട് തുല്യമായ വോട്ടാണ്. അത്രയും വോട്ട് അവിടെ പിടിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് ബുദ്ധിമുട്ടാണ്. അല്ല, പക്ഷേ അന്ന് അത്രയും നേരത്തെ പിടിച്ചതിന് ഇപ്പൊ രാജഗോപാലൻ മത്സരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ എത്രയോ അധികം കെ മുരളീധരൻ പിടിച്ചിട്ടും ചെറിയ മാർജിനിലാണ് അദ്ദേഹം ജയിച്ചത്, വി ശിവൻകുട്ടി ജയിച്ചത്. അന്ന് നമ്മൾ ഓർക്കുന്നില്ല കെ മുരളീധരന്റെ ഒരു എൻട്രി, വടകര MP ആയിരിക്കുന്ന കെ മുരളീധരനെ നിയമത്തേക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്ന രീതിയിലുള്ള എൻട്രിയും കാര്യങ്ങളും പ്രചരണങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ അതുപോലും ഫലം കണ്ടില്ല. അവിടെ എനിക്കൊരു കാലാകാലങ്ങളായി മത്സരം നടക്കുന്നത്, ഇപ്പോൾ പാലക്കാട് നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ കാലാകാലങ്ങളായി മത്സരം നടക്കുന്നത് LDF UDF എന്നാണ് വോട്ടർമാരുടെ മനസ്സിലുള്ളത്. സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ചെയ്യണോ BJPക്കാണോ വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് അടുത്ത വോട്ടർമാർ എടുക്കേണ്ടത്. ആ തീരുമാനത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ്. നേരിയ മുൻതൂക്കം, വളരെ നേരിയൊരു മുൻതൂക്കം ശിവൻകുട്ടിക്ക് അവിടെ നിലവിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ മാസ് ഡയലോഗ് എന്ന് പറയുന്നത് നിയമത്തെ അക്കൗണ്ട് പൂട്ടിക്കും എന്നുള്ളതാണ്. BJP വീണ്ടും അത് തുറക്കാൻ ശ്രമിക്കുമോ അതോ ഇടതുപക്ഷം ശ്രമിച്ചിട്ട് അത് പൂട്ടി തന്നെ ഇരിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതിന് താക്കോൽ ഇപ്പോൾ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ കയ്യിലാണ്. നിയമത്ത് ആര് ജയിക്കും എന്ന് കോർ പ്രൊജക്ട് ചെയ്യുന്നില്ല. ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവിടെ വി ശിവൻകുട്ടിക്കാണ് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ. കോൺഗ്രസ് 24% കൂടുതൽ വോട്ട് പിടിക്കുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു ഫൈൻഡിംഗ് ആണ്. നേമത്തെ ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയൽ കൂടിയാണ്. നേമത്ത് ടൈറ്റ് ഫൈറ്റ് ആണ്, ഇഞ്ചോടിഞ്ചാണ്. ആർക്ക് ജയമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത സാഹചര്യം.